ഹായ് ഹലോ ഫ്രണ്ട്സ്, ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കുക. പിന്നെ ഓരോരുത്തരും ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് പറയാനുള്ളത്, രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി ഇത്തവണ നിയമസഭാ ഇലക്ഷന് മത്സരിക്കണമെന്ന് അതിയായ താല്പര്യമുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം എന്താണ് ഈ ഒരു നിയമസഭയിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ, എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ, അങ്ങനെയൊക്കെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് ഇതുവരെ രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. എല്ലാം പുഞ്ചിരിയോട് മാത്രം കാണുന്നു എന്നൊരു സംഭവം. അതായത് കോൺഗ്രസ് എന്നാണേലും അദ്ദേഹത്തെ എടുക്കത്തുമില്ല. പിന്നെ എങ്ങനെ മത്സരിക്കുമെന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് വിട്ടിട്ടുള്ള ഒരു പരിപാടിയും ഇല്ല. അപ്പം അങ്ങനെ നമുക്ക് ഒരു ക്ലൂവും കാര്യങ്ങളൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടം നമുക്ക് ഓരോ ദിവസവും ദിവസേന ഇട്ട് തരുന്നുണ്ട്. ഓരോ ക്ലൂവും ഇട്ട് തരുന്നുണ്ട്. അപ്പൊ ആ ക്ലൂവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ചർച്ചയാണ് ഇവിടെ. അതിനെ പ്ലസ് നമുക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഗണേഷ് കുമാറിന്റെ ഒരു കവലപ്രസംഗം കഴിഞ്ഞ ദിവസം കാണാൻ ഇടയുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പ്രസംഗം കണ്ടപ്പം എന്തെങ്കിലുമൊക്കെ രണ്ട് വാക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് വിനീതമായിട്ട് പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചുമുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ സോ ഫ്രണ്ട്സ്, നിങ്ങൾ എന്താണ് മുഴുവനായിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം കുറെ അധികം കാര്യങ്ങൾ ജനങ്ങളോട് ബോധവൽക്കരിക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അപ്പൊ കുറെ അധികം നമ്മൾ ജെൻസിയും ആൾക്കാരും ഉണ്ട്, അതുപോലെ തന്നെ 90s കിഡ്സും ഉണ്ട്. അപ്പൊ നമുക്ക് അധികമായിട്ട് കഴിഞ്ഞ രാഷ്ട്രം എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മൾ എന്താണ് ഈ ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതൊന്നും ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും ഈ SFI കാര്യങ്ങളും ഒക്കെ കുറെയൊക്കെ ഇപ്പോഴത്തെ ഒരുപാട് ഗിമിക്ക് കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് കുറച്ച് കോളേജ് പിള്ളേർ സെറ്റ് എന്താണ് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ബോധമില്ലാതെ പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണെങ്കിലും നമുക്ക് വീഡിയോയിലോട്ട് നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്മൈൽ എന്ന ഒരു പദ്ധതിയെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ നമുക്കറിയാം 2025 ഓഗസ്റ്റ് മാസമാണെന്ന് തോന്നുന്നു, രാഹുൽ മാങ്കൂട്ടം 5 വീടിന് തറക്കല്ല് ഒരു ആസിഫ് അലിയെ കൊണ്ടുവന്നിട്ട് തറക്കല്ലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ തറക്കല്ലിട്ടിട്ട് അതുവഴി അങ്ങ് പോയില്ല. കറക്റ്റ് ഒരു വർഷമായപ്പം 2026 ആയപ്പോഴത്തേക്ക് ഇന്നൊരു 3 വീടിന്റെ താക്കോൽദാന ചടങ്ങുകൾ കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു വീഡിയോ വിഷ്വൽസ് ഞാൻ ഇവിടെ സൈഡിൽ വെക്കാം. അപ്പം എന്താണ് കേവലം ഒരു വർഷം കൊണ്ട് ഒരു 35-കാരൻ, അതായത് ഒരു 34-35 വയസ്സുള്ളപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടം MLA ആയിട്ട് പാലക്കാട് തെരഞ്ഞെടുത്തിരുന്നത്. അപ്പൊ ഒരു വർഷം കൊണ്ട് കേവലം ഒരു യുവാവിന് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും, എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നുമില്ലാഞ്ഞിട്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ജനങ്ങളോട് കാണിച്ചു തന്നതാണ്. ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. പിന്നെ അദ്ദേഹത്തിന്റെ പേരിൽ കഴിഞ്ഞിടയ്ക്ക് വന്നിരുന്ന കുറെ അലിഗേഷൻ, ഒരു കാരണവശാലും അദ്ദേഹം എന്താണ് MLA സ്ഥാനത്തിന് വന്ന ശേഷം യാതൊരു രീതിയിലും മോശമായ രീതിയിൽ ജീവിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ അലിഗേഷൻ എല്ലാം കേൾക്കുന്നത് തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു 10, 28, 30 വയസ്സിനുള്ളിൽ ആ കാറ്റഗറി ഏജിൽ നിൽക്കുമ്പോഴത്തേക്ക് ഒരു കുട്ടി കാണിച്ചു കൂട്ടിയ കുറച്ച് കോപ്രായങ്ങളൊക്കെയാണ്. അതായത് MLA പദവി വരുന്നതിന് മുമ്പ്. എന്നെ കേൾക്കുന്ന ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ മനസ്സിൽ തൊട്ട് പറയാം. ചേച്ചിമാരെ മാറ്റി നിർത്തിയിട്ട് ചേട്ടന്മാരോട് പറയാം, നിങ്ങളുടെ 25 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ജീവിതം എങ്ങനെയായിരുന്നു, ബാച്ചിലർ ജീവിതം എങ്ങനെയാണ്? കുറച്ച് കുലിസിത പരിപാടികളൊന്നും കാണിക്കാത്തവരും കുറച്ച് വായി നോക്കാത്തവരൊന്നും ആരും ഉണ്ടാവത്തില്ല. അത് അങ്ങനെയാണ്. ദൈവം ആണുങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അവർക്ക് പെട്ടെന്ന് വികാരം വരും. പക്ഷെ സ്ത്രീകൾ പൊതുവെ അങ്ങനെയല്ല. സ്ത്രീകൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് പെട്ടെന്ന് വികാരങ്ങളൊന്നും വരത്തില്ല. അപ്പം അത് അങ്ങനെയാണ്. പിന്നീട് എപ്പോഴാണ് ആണുങ്ങൾ ഒരു കൺട്രോളിൽ വരുന്നത്, ഒരു അണ്ടർ കൺട്രോളിൽ അവർ വരുന്നത് എന്ന് വെച്ചാൽ പെണ്ണൊക്കെ കെട്ടി കുടുംബജീവിതം ഒക്കെ ആയിട്ട് അങ്ങനെ മാറുമ്പോഴാണ് അവർ ഒരു അണ്ടർ കൺട്രോളിൽ വരുന്നത്. അതുവരെ എല്ലാ യുവാക്കളും അത്യാവശ്യം തരികട പരിപാടികളൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഡിഗ്രി കൂടിയും കുറഞ്ഞും ഇരിക്കുമെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ഡിഗ്രി ഇച്ചിരി കൂടിപ്പോയി. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, എന്താണെങ്കിലും MLA സ്ഥാനത്തോട്ട് വന്നതിന് ശേഷം അദ്ദേഹം ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ഒരു തോന്നിവാസവും കണ്ണുതിരിവും കാണിച്ചിട്ടില്ല എന്നതാണ്. ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത് പഴയ കഥകളാണ്. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഇദ്ദേഹം MLA സ്ഥാനത്തോട്ട് കയറിയപ്പോൾ തന്നെ 5 വീടിന് തറക്കല്ലിട്ടു. അതിന് സ്മൈൽ എന്നുള്ള ഒരു പദ്ധതി ഒരു പേരും കൊടുത്തു. അപ്പൊ തന്നെ ഇദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരോ അല്ലെങ്കിൽ കൂടെ ഇല്ലാത്തവരോ ഇദ്ദേഹത്തെ ഭയക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എടാ, ഇവനെ ഒരു MLA സ്ഥാനം കൊടുത്തിട്ട് ഇരുത്തിയപ്പോ ഇവനങ്ങ് നമ്മളെക്കാളും മുകളിൽ പോവുകയാണോ എന്നുള്ളൊരു ഒരു ഭയം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിന് ഉത്തമമായ കാരണം. എന്ന് വെച്ചാൽ ഇവൻ കേവലം ഒരു വർഷം കൊണ്ട് ഇത്രയൊക്കെ ചെയ്തെങ്കിൽ ഇവനൊരു 5 വർഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കേരളം അവൻ തിരിച്ചു വെക്കുമല്ലോ എന്ന് കുറച്ചധികം പേര് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭയമായതുകൊണ്ട് തന്നെ അവനെ മാറ്റി നിർത്തുന്നു. ഇത് ആരാണ് എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ കേൾക്കുന്നവർക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. അതായത് ഉത്തമം എന്താന്ന് വെച്ചാൽ നമ്മുടെ പെരുന്തച്ഛൻ ഉണ്ടല്ലോ. പെരുന്തച്ഛൻ നല്ല ഒരു പണികാരനാണല്ലോ, മറ്റേ കുത്തുപണിയിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ തന്നെക്കാളും വലിയ ഒരു പദവിയിൽ എത്തുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മകനെ ഉളി എറിഞ്ഞു കൊന്ന സംഭവം അറിയാലോ. അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെ. അപ്പൊ നമ്മൾ കൂടുതൽ തല പുകഞ്ഞ് ആലോചിക്കൊന്നും വേണ്ട. അപ്പം VT സതീശൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് ഞാനിപ്പോ പേരങ്ങ് പറയാണ്. ആൾക്ക് ചെറിയ പേടിയുണ്ടോ വെച്ചാൽ പേടിയുണ്ട്. കാരണം ഇവൻ ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ഇവൻ നാളെ ഒരു CM പദവിയിലോട്ട് വരുമോ എന്നൊരു സംശയമുണ്ട്. പിന്നെ ഇവന്റെ ഇവനെ അന്ന് തൊട്ടേ തിരിച്ചടിക്കാൻ തുടങ്ങിയതാണ്. അന്ന് തൊട്ട് തന്നെ തിരിച്ചടിച്ചു.
അപ്പം കോഴി രാഹുൽ എന്ന് പറഞ്ഞ് ഒരു അവസരം കിട്ടിയപ്പോഴത്തേക്ക് ഔദ്യോഗികമായിട്ട് രാഹുലിനെ അറിയിക്കാതെ എന്താണ് തലേദിവസമേ തയ്യാറാക്കി വെച്ചു. തലേ ദിവസമേ കോൺഗ്രസ് നടപടി സ്വീകരിക്കാൻ വേണ്ടി ലെറ്റർ തയ്യാറാക്കി വെച്ചു, എന്താണ് പുറത്താക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കടപ്പ് വശം. പിന്നെ ഇത് എന്താണ് ഗണേഷ് കുമാറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആനയാടും വ്യത്യാസമുണ്ട്. അന്ന് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ഒരു ബാച്ചിലറാണ് അദ്ദേഹം. എന്താണ് ഈ MLA പദവി ഇരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഈ പദവി വെച്ചിട്ട് ദുരുപയോഗം ചെയ്തിട്ടില്ല. പിന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ KB ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ രണ്ട് കിട്ടിയ ആളാണ്. ഫസ്റ്റ് എന്താണ് യാമിനി തങ്കച്ചി, നമുക്കറിയാലോ യാമിനി തങ്കച്ചിയെ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ട് മക്കളുടെ പിതാവായിരിക്കെ എന്താണ് സരിത കേസുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാലോ. അതിനകത്ത് ഒരു മകൻ ആ മകൻ ഇപ്പോഴും എന്താണ് ചെലവും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം അറിയാവുന്ന ഒരു കാര്യമാണ്. അത് പിന്നെ ഉമ്മൻചാണ്ടി സാറിന്റെ തലയെ കൊണ്ട് വെച്ചതും അതും ഇതും പിന്നെ ഉമ്മൻചാണ്ടി സാറിനെ ഇട്ട് വലച്ചതും എല്ലാം അറിയാം. 2013 ഒരു കേസും കഥയൊക്കെയാണ്. പിന്നെ അത് നമ്മൾ പലതവണയായിട്ട് ഈ വീഡിയോകളിലൂടെ ചർച്ച ചെയ്തതാണ്. അപ്പം ഈ കഴിഞ്ഞ ഒരു കേസ് എന്ന് പറഞ്ഞാല് ഗണേഷ് കുമാറിന്റെ ഭാര്യ, രണ്ടാം ഭാര്യ ബിന്ദു ചേച്ചി വന്നിട്ട് എന്താണ് സ്വന്തം വീട്ടില് ഈ ഗണേഷ് കുമാറും വേറൊരു സ്ത്രീയും കൂടെ കെട്ടിമറിയുന്ന കാഴ്ച കണ്ടു. ഒരു ഭാര്യ കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ കണ്ടു, അത് ഫോട്ടോസ് എടുത്തു. അത് എന്താണ് അവരുടെ തന്നെ ബിന്ദു ചേച്ചി എന്താണ് വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൽ തന്നെ വിളിച്ച് അഭയം ചോദിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടാണ്. 112 വിളിച്ചു, എന്താണ് പിങ്ക് പോലീസ് വന്നു. പക്ഷെ അത് പിറ്റേ ദിവസമായപ്പോൾ ഉൾട്ടയടിച്ച് അതെന്താണ് അത് ഒത്തുതീർപ്പായി പോയി. അപ്പൊ ബിന്ദു ചേച്ചിക്ക് ഇതൊക്കെ കേവലം ഒരു ബിസിനസ്, ഇതൊക്കെ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഉള്ള ഒരു എന്താണ് ഒരു പൊട്ടിത്തെറി എന്നൊരു ഉപരി ഇരു കൂട്ടർക്കും ബിസിനസ് ആണ് ലാഭം, ബിസിനസ് ആണ് മുഖ്യം ബിഗിലെ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ബിസിനസ് ലാഭത്തിന് വേണ്ടി ബിന്ദു ചേച്ചി അവിടെ മൗനം പാലിക്കുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തൊക്കെയാണെങ്കിലും ഇതൊക്കെ ഇങ്ങനെ നടക്കൂടെ, ഇതൊക്കെ ഒരു ബിസിനസ് ഡീലിങ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഗണേഷ് കുമാർ തന്റെ ബോഡി കൗണ്ടിനെ കുറിച്ച് വരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ആളാണ്. അപ്പൊ ഈ പ്രായത്തിലും ഇത്രയൊക്കെ സ്റ്റാമിന, അതായത് ഒരു മന്ത്രിയായിട്ട് നിൽക്കെ ഒരു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് സുതാര്യവും ജനകീയമാകണമെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. അപ്പൊ അതൊക്കെ മറന്നു വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് മാത്രമല്ല, ഈ ഗണേഷ് കുമാറിനെ കുറിച്ച് ഗണേഷ് കുമാറിന്റെ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഭാര്യ എനിക്ക് വിശ്വാസമായതുകൊണ്ട് ഗണേഷ് കുമാർ എന്റെ മകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ അതിൽ തന്നെ ഉണ്ട്, എല്ലാം അതിൽ തന്നെ വ്യക്തമാകുന്നതാണ്. അപ്പൊ തന്റെ ഭാര്യയെ ഇവിടെ സംശയത്തിന് നിലനിൽക്കുന്നു. ഗണേഷ് കുമാറിന്റെ എന്താണ് സ്വഭാവത്തെ കുറിച്ച് വളരെ വ്യക്തമാക്കി അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പം അങ്ങനെയൊക്കെ നടത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ അതിനപ്പുറം എന്ത് വേണം, ഒരു അച്ഛൻ തന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ സ്വന്തം സഹോദരി തന്നെയാണെങ്കിൽ ഒരു ഇന്റർവ്യൂ വന്ന് നമ്മൾ കണ്ടതാണ്, പറയുകയുണ്ടായിട്ടുണ്ടായിരുന്നു, എന്റെ മകന് ഇതുപോലെ ഒരു ക്യാൻസർ എന്ന് പറഞ്ഞ അതിമാരകമായ ഒരു അസുഖം വന്നപ്പോഴത്തേക്കും എന്താണ് സ്വത്ത് പാർട്ടിഷൻ ചെയ്യാൻ വേണ്ടി സൈൻ ചെയ്ത് കൊടുക്കണം. അതിന് പോലും എന്താണ് ഗണേഷ് കുമാർ തയ്യാറായിട്ടില്ല എന്ന്. അത്രയും ഒരു മൃഗീയനായിട്ടുള്ള ഒരു എന്താണ് മാതുലനാണ് ഗണേഷ് കുമാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വന്തം കുടുംബത്തെ പോലും ഇദ്ദേഹത്തെ തള്ളി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഒരു സ്വന്തം കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ അറിയത്തില്ലാത്തവൻ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കുക, എങ്ങനെയാണ് സ്വത്തിനും എന്താണ് സ്വത്തിനും മറ്റുള്ള ആവശ്യങ്ങൾക്കും എങ്ങനെയാണ് സംരക്ഷണം കൊടുക്കുന്നത്? അപ്പം എന്ത് അർഹതയാണ് ഉള്ളതെന്നാണ് ഞാൻ ഇവിടെ ചോദിക്കാനുള്ളത്. അപ്പം എന്താണേലും പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇതിനകത്ത് ഒരു നടപടിയും എടുക്കത്തില്ല, അത് 100% ഷുവർ ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗണേഷ് കുമാറിനെ നക്കാപ്പിച്ചാണ് അദ്ദേഹത്തിന്റെ CM പദവി. അത് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഞാൻ ഇവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം കണ്ടിട്ടുണ്ടായിരുന്നു ഗണേഷ് കുമാറിന്റെ, അതായത് സ്വന്തം അച്ഛനെയൊക്കെ പൂഴ്ത്തി പറഞ്ഞുകൊണ്ട് NSS കഴിഞ്ഞ ദിവസം പുറത്താക്കിയിരുന്നല്ലോ. അത് പിന്നെ പുറത്താക്കും. പിന്നെ എന്താണ് കാമുകിയുടെ അച്ഛനും വേണ്ട, നമ്മളത് പറയുന്നുണ്ട്. ജനറൽ സെക്രട്ടറി എതിർക്കുന്ന പ്രശ്നമില്ല, സുകുമാരൻ നായർ സാറിനെ എതിർക്കുന്നത്. അതിനെ ഞാൻ എതിർത്തില്ല. ഒരാളെ ഒരു തരത്തിൽ കണ്ട അങ്ങനെ കാണത്തുള്ളൂ, മാറ്റി പറയില്ല. സാറേന്ന് വിളിച്ചാലേ കയറിയിട്ട് അമ്മാവെന്ന് വിളിക്കത്തില്ല. അതെനിക്ക് അറിഞ്ഞൂടാ, അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. കാരണം എന്നോട് വളരെ അടുപ്പമായിരുന്നു. 2 ദിവസം മുമ്പേ പത്മ കാഫിയിൽ ഒരു അഴിമതിയില്ല, പത്മ കാഫിയെ പണിഞ്ഞിട്ടു, അതിനകത്ത് കണക്കെടുത്ത് പരിശോധിക്കാം. ഞാൻ കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്ത KSRTC, വനം വകുപ്പ്, ഇതെല്ലാം സിനിമ, ഇതെല്ലാം സ്പോർട്സ്, ഇതെല്ലാം കൈകാര്യം ചെയ്ത ഗണേഷ് കുമാർ പണം എടുത്തു എന്ന് പറഞ്ഞാൽ ആ പണം അവൻ തലയ്ക്കെന്തോ അസുഖം, ആ പറഞ്ഞവൻ എന്തോ അസുഖം ഉണ്ടെന്നല്ലേ വിചാരിക്കുള്ളൂ. എനിക്ക് പണത്തിന്റെ ആവശ്യമുണ്ടോ? എനിക്ക് 50 രൂപ ഉണ്ടെങ്കിൽ 50 രൂപ ജീവിക്കാൻ അറിയാം, 50 രൂപ ഉണ്ടെങ്കിൽ പോക്കറ്റ് ഇട്ടിട്ട് വീട്ടിലിരിക്കാനും എനിക്കറിയാം. അതുകൊണ്ട് എന്നെ പൈസയുടെ കണക്ക് പഠിപ്പിക്കില്ല. കോടിക്കണക്കിന് രൂപ കണ്ടു വളർന്നവനാണ് ഞാൻ. ഇപ്പോൾ പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കാർ ഓടിച്ച് നടന്നതാണ്, എയർ കണ്ടീഷൻ ചെയ്ത കാർ. എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെ വളർത്തി, എനിക്കറിയാം. പക്ഷേ ഞാൻ സാധാരണക്കാരനൊപ്പമാണ്. NSSന്റെ വിഷയം എന്ന് പറയുന്നത് R ബാലകൃഷ്ണപിള്ള, നിങ്ങൾക്കറിയാം. അദ്ദേഹം 64 വർഷം പത്തനാപുരം NSS താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹമാണ് പത്തനാപുരം NSS താലൂക്ക് യൂണിയനെ കെട്ടിപ്പടുത്തിയത്. മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തെ ചുമതല ഏൽപ്പിക്കുമ്പോൾ പുനലൂരിൽ ഒരു ചെറിയ മുറിയിൽ തറയിൽ പായിട്ടാണ് NSS താലൂക്ക് യൂണിയൻ തുടങ്ങുന്നത്. ഇന്ന് പത്തനാപുരം NSS താലൂക്ക് യൂണിയന് R ബാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ 64 വർഷം കൊണ്ട് 300 കോടി രൂപയുടെ ആസ്തിയുണ്ട്. ആസ്തി കൈക്കലാക്കാനുള്ള പരിപാടിയുടെ ഭാഗമാണ്. കുമാരൻ നായർ സാറിനെ പിന്നെ പ്രതിതുല്യനായിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ. ആ വന്ന വഴി ഒരു ചങ്ങനാശ്ശേരി കാറ്റഴിച്ചു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. അപ്പൊ ഇതൊക്കെ ആയിട്ട് നിങ്ങളൊന്ന് റിലേറ്റ് ചെയ്തിരുന്ന് നോക്കുക കേട്ടോ. പ്രതിതുല്യനായിട്ടേ കാണാൻ പറ്റുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. കാര്യം കേൾക്കാം. സ്ഥാനത്തേക്ക് എന്നെ തെരഞ്ഞെടുത്ത്, ഞാൻ വളഞ്ഞ വഴി കൂടെ വന്നതല്ല, വോട്ടിട്ട് തെരഞ്ഞെടുത്താണ്. എന്നെ വോട്ടിട്ട് തെരഞ്ഞെടുത്താണ്
അപ്പൊ എന്നെ ഒരു ദിവസം രാവിലെ മാറ്റുമ്പോൾ അതിലെന്തെങ്കിലും ജനാധിപത്യ ദംശനമുണ്ടോ എന്നുള്ള കാര്യം മറ്റുള്ളവർ പരിശോധിക്കേണ്ടതാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ വ്യക്തമായി കേൾക്കണം. എന്റെ പിതാവ് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എനിക്ക് ചില ഉപദേശങ്ങൾ നൽകി. അതിൽ പ്രധാനപ്പെട്ട 2 ഉപദേശങ്ങൾ ജി സുകുമാരൻ നായർ സാർ, NSSന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ജി സുകുമാരൻ നായർ സാർ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ എതിർക്കരുത്, അദ്ദേഹത്തിന് കൂടെ നിൽക്കണമെന്ന്. അതെന്റെ അച്ഛനോട് ഞാൻ കൊടുത്ത വാക്കാണ്. അത് ഞാൻ അപ്പൊ ഇനി എതിർപ്പ് അഥവാ അളിയാൻ പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം അതുപോലത്തെ കണ്ണന്തിരിവ് പരിപാടിയാണ് കാണിച്ചിരുന്നത്. അപ്പൊ NSSന്റെ അകത്ത് ഇരുന്നിട്ട് തന്നെ NSSന്റെ ജനറൽ സെക്രട്ടറിക്ക് പണിയാന്ന് പറയുമ്പോഴത്തേക്ക് അത്ര നിസ്സാര കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, പുറത്ത് പോയേ പറ്റുള്ളൂ. പിന്നെ സ്വന്തം പിതാവ് കെട്ടിപ്പടുത്തി ഉയർത്തിയ ഒരു പ്രസ്ഥാനമാണിത്. പക്ഷെ പിതാവിനെ പോലും അപമാനിക്കുന്ന പരിപാടിയാണ് ഇങ്ങനെ ഇതിനകത്ത് വെച്ചുകൊണ്ടിട്ട് കാണിച്ചു വെക്കുന്നത്. അപ്പം NSSനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ വേണ്ടേ, ഇദ്ദേഹത്തിന് അതിനകത്ത് പിടിച്ചു നിർത്തണമെങ്കിൽ എന്തെങ്കിലും ഓപ്ഷൻ വേണ്ടേ? അപ്പൊ കഴിഞ്ഞ ദിവസം കാണിച്ച കണ്ണന്തിരിവ് അത്രയാണ്. അപ്പൊ NSSുമായിട്ടും NSSന്റെ ഇപ്പോഴത്തെ എന്താണ് ബോർഡ് മെമ്പർ ആയിട്ട് ഇരിക്കുന്നവരുമായിട്ട് ഒരു റിലേറ്റഡ് ആയിട്ട് ഒരു ബന്ധമുണ്ടെന്ന് വിചാരിച്ചു. ഞാനൊരു ചെറിയൊരു ക്ലൂ ഇട്ട് തരുവാണ് നിങ്ങൾക്കൊണ്ട്. അപ്പൊ ആ ക്ലൂ അത് വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇത് മാനിപ്പുലേറ്റ് ചെയ്യുക, അല്ല അസ്യൂം ചെയ്യുക. അപ്പം അതിനകത്ത് ബോർഡ് മെമ്പർ ആയിട്ട് ഇരിക്കുന്ന വ്യക്തിയുടെ കുടുംബത്തിനെ കയറി പണിയുമ്പോഴത്തേക്ക് ഇങ്ങനെ പിന്നെയും പ്രസിഡന്റ് ആയിട്ട് വെച്ചിരിക്കണോ? അപ്പൊ അതിനൊരു നടപടി എടുക്കണ്ടേ? അപ്പം എന്താണെങ്കിലും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇലക്ഷന് മുന്നോടിയായിട്ട് അത് പുറത്തു വരണമല്ലോ, പുറത്തു വരും. അപ്പൊ എന്താണ് നിങ്ങൾ അറിയുക, ആളാരാ എന്താണെന്നൊക്കെ അറിയാം. അപ്പൊ കുറേയധികം കാമുകിമാരുണ്ട്. ഒരു ചെറിയ ഉണ്ണികൃഷ്ണനാണ് നമ്മുടെ എന്താണ് ഗണേഷ് കുമാർ എന്നാണ് നമുക്കറിയാം. പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പം NSSനെയും പിന്നെ കോടിക്കണക്കിനുള്ള രൂപയെ കുറിച്ചൊക്കെ വാചാലനാകുന്നുണ്ട്. അപ്പം കോടിക്കണക്കിന് രൂപ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ എനിക്ക് വലിയ ഇതൊന്നുമില്ല, 50 രൂപയും കൊണ്ടും ജീവിക്കാൻ അറിയാമെന്ന് പറയുമ്പോഴത്തേക്ക് എന്നിട്ട് എന്താണ് മാതില ഒരു തന്റെ എന്താണ് മരുമകൻ ഇതുപോലെ ഒരു അസുഖം കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു പാർട്ടീഷൻ അല്ലെ, സ്വത്ത് പാർട്ടീഷന് വേണ്ടി ഒരു സൈൻ ഇട്ട് കൊടുക്കാൻ മാത്രം മനസ്സ് അനുവദിക്കാഞ്ഞ എന്നാണ്. അതായത് ഇദ്ദേഹത്തിന്റെ എന്താണ് സിസ്റ്റർ വന്നിട്ട്, സഹോദരി വന്നിട്ട് കരഞ്ഞുകൊണ്ട് അവര് പറയുന്ന ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്, കരഞ്ഞുകൊണ്ട് പറയുന്നത്. അപ്പൊ ഇപ്പൊ അത് വൈറലായിട്ടുണ്ട്. ഇപ്പൊ അത് വീണ്ടും അൽഗോരിതം ബുക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാവരുടെയും ഫീൽഡിലോട്ട് വരുന്നുണ്ട്. അപ്പം അത് അക്ഷരം പ്രതി അളിയൻ കേട്ടിട്ടുണ്ട്, അച്ഛന്റെ ആ ഒരു വാക്ക് കേട്ടല്ലോ. അപ്പം ജീവിതാവസാനം വരെ കൂടെ നിൽക്കണം. അപ്പൊ അതിനൊരു മാർഗമാണ് അളിയൻ കഴിഞ്ഞ ദിവസം കണ്ടുപിടിച്ചത്. അപ്പം അത് എന്തെങ്കിലും വെക്കട്ടെ, അച്ഛനെ അത്രമധികം എന്താണ് മനസ്സിലോട്ട് ആവാഹിച്ചെടുത്ത് വരുന്ന ഒരു പുത്രൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടതാണ്. അച്ഛന് പറയാനുള്ള കാര്യങ്ങളെല്ലാം അച്ഛൻ പറഞ്ഞതാണ്, മീഡിയത്തിന്റെ മുന്നിലോട്ട് പറഞ്ഞാണ്. പിന്നെ കൂടുതൽ വെളുപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണ് ഗണേഷ് കുമാർ എന്താണ് കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നത്, ഒരു അച്ഛന് എന്തുമാത്രം വേദന ഇയാൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അറിയാം. പിന്നെ ആ 2 മക്കളുടെ കാര്യം, യാമിനി തങ്കച്ചിക്കുണ്ടായ 2 മക്കളുടെ കാര്യം, അതും നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഈ ബിന്ദു എന്നൊരു ആള് വന്നിട്ടാണെങ്കിലും ഇങ്ങനെ ഒരു കെട്ടിമറിച്ചിട്ട് കാഴ്ച കാണുമ്പോൾ ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതിന്റെ ഒരു അളവും എന്തുമാത്രമാണെന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ നടക്കുന്ന ഒരു പെണ്ണ് വന്നിട്ട് ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്യുന്നൊക്കെ. അപ്പം അവളൊക്കെ അത്ര ഒരു വിലയേ ഉള്ളൂ. ഞാൻ അതിന് പോയിട്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കമന്റിന് ഇഷ്ടംപോലെ ആൾക്കാർ ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇതുപോലൊക്കെയുള്ള ആൾക്കാരാണ്. പിന്നെ എന്താണ് KSRTCക്ക് വരുമാനം കാര്യങ്ങളെന്നൊക്കെ പറയുന്നു. വരുമാനമൊക്കെ ഒരു ഗിമിക്കാണ്. അതായത് മണ്ഡല മാസത്തിൽ മകരവിളക്ക് സമയത്ത് പമ്പയിലോട്ട് ഓടുന്ന, അതായത് ഈ എരുമേലി പൊൻകുന്നം അങ്ങനെയുള്ള ഡിപ്പോയിൽ നിന്ന്, അതായത് തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്നൊക്കെ എന്താണ് മണ്ഡല മാസത്തിൽ ഓടുന്ന ഈ വരുമാനമാണ് ഇവിടെ എന്താണ് ഓരോ വർഷാവസാനം KSRTC ലാഭത്തിലാണ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അതെങ്ങനെയാണ് കാണിക്കുന്നത്? ഓരോ തവണയും അയ്യപ്പന്മാരെ അവിടെ തടഞ്ഞു വെച്ചിട്ട്, അതായത് കാൽനടയായിട്ട് പോകേണ്ട അയ്യപ്പന്മാരെ തടഞ്ഞു വെച്ചിട്ട് നിർബന്ധപൂർവ്വം അവരെ KSRTCക്ക് കയറ്റിവിടാൻ ഒരു കഴിഞ്ഞ 5 വർഷമായിട്ട് കാണിക്കുന്ന പരിപാടിയാണ്. KSRTCക്ക് കയറ്റിവിടുക. അപ്പം 100 പേരിൽ പോകുമ്പോഴത്തേക്ക് ഒരു 50% ആൾക്കാർ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ അവിടെ അതുകൊണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഭയപ്പെടുത്തി അവര് പിന്നെ ഇങ്ങനെ പോകേണ്ട ഒരു ഗതികേടാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് ഈ KSRTCക്ക് വരുമാനം കാണിക്കുന്നത്. ഡിപ്പോ തിരിച്ച് ഇതുവരെ ഇവന്മാര് കണക്ക് പുറത്തു വിടത്തില്ല. ഡിപ്പോ തിരിച്ച് കണക്ക് പുറത്തു വിടട്ടെ, അതെന്തായാലും ചെയ്യാൻ ഇതല്ല, എല്ലാം ഗെയിമിക്കും പരിപാടി. അങ്ങനെയാണ് ഇവർ ഈ എന്താണ് ടാലി ചെയ്യുന്നത്. അല്ലാണ്ട് നോക്കുവാണെങ്കിൽ ഈ മണ്ഡല മാസത്തെ കണക്ക് മാറ്റി വെച്ചിട്ട് എന്താണ് ഈ KSRTCയുടെ ഒരു കണക്ക് നോക്കുവാണെങ്കിൽ അട്ടർലി ഫേക്ക്, ഇതാണ് ഫ്ലോപ്പ് ആണ് സംഭവം. അപ്പം ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ എന്താ വെച്ചെങ്കിൽ രാഹുൽ മാങ്കൂട്ടം കേസിലോട്ട് വരുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു ഓടി നടപ്പ് ഈ ജനങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഉണ്ട്. അടൂർ വീട്ടിൽ ചടഞ്ഞു കുത്തിയിരിക്കുവല്ല രാഹുൽ മാങ്കൂട്ടം. ഇപ്പൊ അടൂരിൽ നിന്ന് പാലക്കാട് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോഴും പാലക്കാട്ടുകാർക്ക് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവ് ഉറപ്പായിട്ടുമുണ്ട്. ഉറപ്പായിട്ടും ആ ഒരു തിരിച്ചുവരവ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്താണെങ്കിലും രാഹുൽ മത്സരിക്കും എന്ന് തന്നെയാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്നാണ് വ്യക്തം. അപ്പം പാലക്കാട്ടുകാർക്ക് വിഷമിക്കേണ്ട, രാഹുൽ മത്സരിക്കും. പിന്നെ VT സതീശൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇനി കാഴ്ച കാണാൻ പോകുന്നേ ഉള്ളൂ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഇനി കോൺഗ്രസിലോട്ട് തിരിച്ചെടുക്കും. കാരണം ഇപ്പോഴും പാലക്കാട് മാത്രമാണ് ഒരു സ്ഥാനാർത്ഥി ഇതുവരെ തെരഞ്ഞെടുത്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്ട്. നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിനെ കുറിച്ച് എന്താണ് തോന്നിയത് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കണ്ടവരെ ശ്രദ്ധിക്കുക. ബൈ.